Hello, good morning, ladies and gentlemen. Welcome to പോഡ്കാസ്റ്റ് വേർ ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ റാൻഡമായിട്ട് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് പരിപാടിയാണിത്. ആൻഡ് വളരെ കുറച്ച് പേര് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഒരു 10-20 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് കൺസേൺ. ഒരുപാട് പേര് ചോദിക്കട്ടെ പോഡ്കാസ്റ്റ് ഇനി വരുവോടെ എന്ന് 10 പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഇടാൻ ഉദ്ദേശിക്കുന്നതും. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൺ ആൻഡ് ഒൺലി ആപ്പിളിനെ പറ്റിയിട്ടാണ് ഗൈസ്. അതായത് ആപ്പിൾ കമ്പനിയെ പറ്റിയിട്ടുള്ള കോമഡിയല്ല, എനിക്ക് ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ എക്സ്പീരിയൻസും അവരുടെ കമ്പനിയെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായവും അതൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതല്ലാതെ ആപ്പിളിൻ്റെ ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾ വെറുതെ മറ്റേ വിക്കിപീഡിയ കയറി ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് ആപ്പിളെന്നും ആപ്പിൾ ആരാണ് ഉണ്ടാക്കിയെന്നും സ്റ്റീവ് ജോബ്സ് ആരാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് മെയിനായിട്ടും ഞാൻ ഒരു ആപ്പിൾ ഫാൻ ബോയ് ആയിരുന്നു ഗൈസ് പണ്ട്. അപ്പോൾ ആ കഥ പറയാനാണ് വന്നത്. വേണമെന്നുള്ളവർക്ക് കേൾക്കാം, വേണ്ടാത്തവർക്ക് കേൾക്കണ്ട. ദിസ് ഈസ് പോഡ്കാസ്റ്റ് ആൻഡ് ദിസ് ഈസ് കോൾ മീ ഷസാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ ടു മൈ പോഡ്കാസ്റ്റ്, മൈ സ്പോട്ടിഫൈ പോഡ്കാസ്റ്റ്. അപ്പോൾ എന്താണെങ്കിലും ആപ്പിൾ ബ്രാൻഡ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ ഒരു പ്രസ് ഉണ്ടായിരുന്നു ആൽവയിൽ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഐമാക്ക് എന്ന് പറയുന്ന മാക്കിൻടോഷ് സോഫ്റ്റ്വെയർ വെച്ച് വരുന്ന ഐമാക്ക് കാണുന്നത്. അതായത് മറ്റേ പല പല കളറുള്ള മൂടുള്ള ആപ്പിളിൻ്റെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ നീല, പച്ച, മഞ്ഞ അങ്ങനെയൊക്കെ. അതിൻ്റെ എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ഇരുന്ന് റെഡോ എന്തോ ആണ്, എനിക്കൊരു വേഗമായിട്ടുള്ളൊരു ഐഡിയ ഉള്ളു. അപ്പം അതൊന്ന് എന്തുകൊണ്ട് എനിക്കിന്നും അത് അത്യാവശ്യം അത് മാക്കാണെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും കാണാത്തൊരു കൈൻഡ് ഓഫ് ഡിസൈനായിരുന്നു അത്. അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡാണ്. എന്തിനാണെങ്കിലും ഞാൻ മരുന്ന് മാറി. ബട്ട് ഇറ്റ് വാസ് എ വെരി യുണീക്ക് ഡിസൈൻ. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ ഇത് സാധനം കൊള്ളാമല്ലോ, ഇത് എന്താണത്, ക്യൂരിയോസിറ്റി. അതിന് ശേഷമാണ് പിന്നെ ആപ്പിളിൻ്റെത് നമ്മൾ ആദ്യമായി അറിയുന്നു, ആപ്പിൾ ഐഫോൺ ഇറങ്ങി എന്നുള്ള ഒരു സംഭവം. അതായത് ടച്ച് സ്ക്രീൻ ഫോൺ, കപ്പാസിറ്റീവ് ടച്ച് വരുന്ന, മൾട്ടി ടച്ച് വരുന്നത്. അതായത് നിങ്ങൾക്ക് പഴയ ടച്ച് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമുക്കണം നന്നായിട്ട്. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റൈലസ് വെച്ചിട്ട് ഇങ്ങനെ കുത്താം, അല്ലാത്ത പക്ഷം നമ്മൾ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ടച്ച് രജിസ്റ്റർ ആവത്തുള്ളൂ. പഴയ നോക്കിയ ആയാലും HTCയുടെ ഫോണുകളായാലും ഐമേറ്റിൻ്റെ ഫോണുകളായാലും O2 ഇല്ലേ, പഴയ O2 എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോണുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അമുക്കണം. പക്ഷേ ആപ്പിളാണ് മറ്റേ മൾട്ടിപ്പിൾ ടച്ച്, മറ്റേ 2 ഫിംഗർ കൊണ്ട് സൂം ഇൻ, സൂം ഔട്ട്, പിഞ്ച് ടു സൂമിനും അതും ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കപ്പാസിറ്റീവ് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫിംഗറിൻ്റെ ടെമ്പറേച്ചറും സെൻസിറ്റീവൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ തുണി വെച്ചിട്ട് ഈ സാധനം, ഇപ്പം അത് പറ്റും, പക്ഷേ തുണി അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. ഫസ്റ്റ് ഐഫോൺ, ഇപ്പോഴത്തെ കേസല്ല ഞാൻ ഈ പറയണം, അതിൽ നിന്നൊക്കെ ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. സോ ആദ്യമായി ഞാൻ കാണുന്നത് സ്റ്റീവ് ജോബ്സ് അണ്ണൻ ആദ്യമായിട്ട് നമുക്കിങ്ങനെ ഐഫോൺ കാണിച്ചു തരുന്നു. മുടിഞ്ഞ വില, അന്നേ കട്ട വിലയായിരുന്നു അത്. നമ്മളെ നാട്ടിലൊക്കെ 50,000 60,000 രൂപ എന്തോ ഉണ്ടായിരുന്നു ആ ഫോണിന്. ആ സമയത്ത് ആ പ്രൈസിന് നമ്മൾ മേടിക്കണ ഫോണെന്ന് പറയുന്നത് നോക്കിയയുടെ ഫോണുകളാണ്. നോക്കിയയുടെ തന്നെ N സീരീസ്, പിന്നെ മറ്റേ 6600, 6630, മെയിൻലി N സീരീസ് ആയിരുന്നു ആ ഒരു ടൈമിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. N സീരീസ്, പിന്നെ കമ്മ്യൂണിക്കേറ്റർ, മറ്റേ ഈ ഇങ്ങനെ തുറക്കുന്ന സാധനമുണ്ട്, ഈ സീരീസ് ഈസ് ബിസിനസ് എക്സിക്യൂട്ടീവ് സീരീസ്, മറ്റേ ബ്ലാക്ക്ബെറി പോലെ കീപാഡ്സൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ആണ് ടച്ച് വരുന്നത്. ബിക്കോസ് അന്ന് ബ്ലാക്ക്ബെറി ഭരിക്കണം. ബ്ലാക്ക്ബെറിയും ഈ പറയുന്ന നോക്കിയയുടെ ഈ സീരീസും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ബ്ലാക്ക്ബെറി അന്നും ഇല്ല. വളരെ കുറച്ച് ആൾക്കാർക്ക്, അതായത് പ്യുവർലി കോർപ്പറേറ്റ് ലെവലിലെ ആൾക്കാർ മാത്രം യൂസ് ചെയ്തിരുന്നൊരു ബ്രാൻഡായിരുന്നു ബ്ലാക്ക്ബെറി. ബിക്കോസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് എഡ്ജ്, അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു എയർടെലിനാണെന്ന് തോന്നുന്നത് അത് ഉണ്ടായിരുന്നത്. നമുക്ക് ബ്ലാക്ക്ബെറി ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ റീചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ ഫ്രീ ആവും. ഈ പറയുന്ന സോഷ്യൽ മീഡിയ അന്ന് അതില്ല, അധികം ഇല്ല. എന്നാലും ഇമെയിൽ,
ഇതൊക്കെ നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ഒരു മാസത്തിൽ ഇത്ര ഫ്രീ ആയിട്ട് കിട്ടുന്ന അത് സർവീസാണ്. മറ്റേ ഇവിടുത്തെ പോലെ പണ്ടത്തെ പോലെ ഡേറ്റ പരിപാടിയല്ല. ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓണാവും. അതായത് ഈ സ്മോൾ ലെറ്റർ എഡ്ജ് എന്ന് എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഡ്ജായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക്ബെറി ബോൾഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം പറയാൻ പറ്റുന്നത്. ബ്ലാക്ക്ബെറി ബോൾഡൊക്കെ ഞാൻ എടുക്കുന്നത് അതിന് മുന്നേ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അന്നും എൻ്റെ ഒരു കൂട്ടുകാർ ദുബായിൽ നിന്ന് വന്നപ്പം ഫാമിലി ഫ്രണ്ടാണ്, പുള്ളിക്കാരിയുടെ ബ്ലാക്ക്ബെറി കർവ് അല്ലേ, ബ്ലാക്ക്ബെറി കർവ് എനിക്ക് തന്ന്. ഞാൻ ഉണ്ടായിരുന്ന കാശൊക്കെ, എൻ്റെ ഉണ്ടായിരുന്ന ഏതോ ഒരു ഫോണൊക്കെ വിറ്റിട്ട് എനിക്ക് ആ ഫോൺ തരുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് തന്നു. അത് നല്ല രസമാണ്. നല്ല ആ ബ്ലാക്ക്ബെറി ഫോണിൽ കീപാഡും ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഉണ്ടയുണ്ട്. ആ ഉണ്ട വെച്ചിട്ട് വേണം നമ്മൾ നാവിഗേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഈ ബോൾഡ് 3 ആയപ്പോൾ ആ ഉണ്ട മാറി അതൊരു ടച്ച് ട്രാക്കായി. അതിന് പകരം അതൊരു ഉണ്ടയായിരുന്നു. നല്ല രസമാണ് അത്, ഭയങ്കര രസമായിരുന്നു അത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ കൂട്ടുകാരി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, നല്ല അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലൊക്കെ ഉള്ള കൊച്ചാണ്. ആ കൊച്ചിൻ്റെ കയ്യിൽ ഐപോഡ് ക്ലാസിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ആപ്പിൾ പ്രോഡക്റ്റ്. അന്ന് ആ പറയുന്ന മറ്റേ ഈ സ്ക്രോൾ വീൽ എന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ മ്യൂസിക് മറ്റേ അമുക്കണ സാധനത്തിൻ്റെ നടുക്ക് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഒയ്യോ, എൻ്റെ കിളി പറന്ന ഒരു ടൈമായിരുന്നു അത്. ഞാൻ എന്ത് രസം. അന്ന് ഞാൻ ആ ബർത്ത്ഡേ, അതായത് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മളെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം എൻ്റെ കൈ കിട്ടുകയും ഞാൻ ആ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അത് പങ്കെടുക്കുന്നതിനേയും കാട്ടിൽ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ യൂസ് ചെയ്യുക, പല പാട്ടിടുക, അതിൻ്റെ മെനൂസൊക്കെ കയറി നോക്കുക, അതിൽ ഫോട്ടോസൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഐപോഡ് ക്ലാസിക് കേട്ടോ, വല്ല ജമ്മിട്ട സാധനം, നല്ല കട്ടിയൊക്കെ ഉള്ള ഒരു ഉഗ്ര സാധനം. അതിൽ അന്തകാലത്ത് അത് 1 GB എന്തോ ആയിരുന്നു, 1 GB, ഇഫ് ഐ എം നോട്ട് റോങ്, ഇറ്റ് വാസ് 1 GB സ്റ്റോറേജ്. ഏകദേശം 1000 പാട്ടോ 1500 പാട്ടോ എന്തോ ഇടാം, മനസ്സിലായി. 1 GB കേട്ടാ. കാലത്തിൻ്റെ ഓരോരോ ചേഞ്ചസ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അന്ന് അതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ അന്തകാലത്ത് ഐപോഡ് നാനോ എന്ന് പറഞ്ഞൊരു സാധനം പുള്ളിക്കാരനെ ഏതൊരു ഫ്രണ്ട് കൊടുത്തതാണ്. ഒരു ബ്ലാക്ക് കളർ, വളരെ ചെറിയ സാധനം. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി നിൽക്കില്ലായിരുന്നു, ഭയങ്കര വീക്കായിരുന്നു. ഒന്നെങ്കിൽ അതിൻ്റെ ബാറ്ററി ചീത്തയായതാവാം, ഭയങ്കര പാടായിരുന്നു. നമ്മുടെ അന്ന കാലത്ത് ഈ ടെക്നോളജിയൊന്നും അത്ര ഗംഭീരമല്ല. അപ്പോൾ അവർ യൂസ് നമുക്ക് മറ്റേ ചാർജിങ് മറ്റേ പ്ലഗൊന്നും തരില്ല. അന്ന് തന്നെ വയർ മാത്രമാണ് തരുന്നത്, മറ്റേ USB to മറ്റിങ്ങനെ വലിയ പല്ലുള്ള കണക്ടറുണ്ടല്ലോ അത്. അപ്പോൾ നമ്മൾ പക്ഷേ അത് നേരാവണ്ണം വർക്കാകത്തോണ്ട് പുള്ളിക്കാരൻ ആ ഫ്രണ്ടിന് തന്നെ തിരിച്ചു കൊടുത്തു ആ ഐപോഡ് നാനോ. പക്ഷേ ചെറിയ സാധനമുണ്ട്, സ്ലിം ആൻഡ് ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ അന്ന് കണ്ട ക്ലാസിക്കിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് മാറി. അപ്പം ഞാൻ ഇങ്ങനെ ഞെട്ടി. അതായത് ഇത്രയും ചെറിയ സാധനത്തിൽ പാട്ട് കേൾക്കാം. അപ്പം നമ്മൾ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം വിൽക്കാൻ കൊണ്ടുപോയി. അത് വിറ്റ് കേട്ടാ. നമ്മളിത് തിരുവനന്തപുരത്ത് വിൽക്കാൻ കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലാണ് അത്യാവശ്യം ടെക്ക് സാധനങ്ങളൊക്കെ അന്തകാലത്ത് ആൾക്കാർ കൊണ്ടുപോയി വിൽക്കണത്. അതായത് ഫോണായാലും എന്ത് കിട്ടിയാലും അവിടെ ആളുണ്ടാവും. നമ്മൾ ഭീമാപ്പള്ളിയിൽ ഈ സാധനം കൊണ്ടുപോയപ്പോൾ അവർ പറയാണ്, ഇതെന്ത് സാധനം? ഞാൻ പറഞ്ഞു, ബ്രോ ആപ്പിളിൻ്റെ ആണ്. അന്ന് എനിക്ക് ആപ്പിൾ എന്തിനാണെന്ന് പറഞ്ഞാൽ, എന്നാലും നമുക്ക് എന്തോ വലിയ ബ്രാൻഡാണെന്ന് അറിയാം. എൻ്റെ പകുതി അടിച്ച് ആപ്പിളൊക്കെ കണ്ടിട്ട് കിളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആപ്പിളിൻ്റെ ഇതാണ്, ഇതെത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടാ എത്ര, 1000 രൂപ, 1000 രൂപ തരാമെന്ന്. അപ്പോൾ നമ്മൾ വെച്ചാൽ 1000 രൂപ ബ്രോ, ചേട്ടാ ഇത് അമേരിക്കൻ സാധനമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ബ്ലൂടൂത്ത് എന്തൊരു MP3 പ്ലെയർ ഇവിടെ കിടക്കണ ചെറുക്കാം, വേണമെങ്കിൽ 500 ഞാൻ തരാമെന്ന്. അന്ന് സത്യം പറഞ്ഞാൽ അന്ന് അത് വല്ലതും ആരെങ്കിലും അന്നത് മേടിച്ചിരുന്നെങ്കിൽ അവർക്ക് അതിനെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഒരു ഐറ്റം വരുന്നത് കേട്ടോ, ഐപോഡ് നാനോ. ബിക്കോസ് ആരുടെ കയ്യിലും വന്നില്ലായിരുന്നു. പക്ഷെ അത് അവസാനം പുള്ളിക്ക് അത് യൂസ് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിനെ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്ക് മനസ്സിലാവണില്ല, ഇത് ചാർജ് നിൽക്കണില്ല, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് പുള്ളി വിട്ട്. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ കോളേജിൽ കയറുന്നു. കോളേജിലൊക്കെ എൻ്റെ കയ്യിൽ സോണി എറിക്സൻ്റെ ഇങ്ങനെ തുറക്കണ ഒരു ഫോണുണ്ട്, തുറക്കുമ്പോൾ കീപാഡ് വരുന്ന ഫോൺ. അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകാരൻ രോഹിത്ത്, അവൻ്റെ കയ്യിലാണ് പിന്നെ ഞാൻ ആപ്പിൾ കാണുന്നത്. അതായത് ആപ്പിളിൻ്റെ ഫോൺ, iPhone 3GS. അവൻ്റെ കയ്യിൽ iPhone 3GS ആണ്. അവൻ്റെ ഒരു ചുമന്ന ഒരു കേസൊക്കെ ഇട്ടുകൊണ്ടാണ് അവൻ നടക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, ആപ്പിളുള്ള ഫോൺ നമ്മളിങ്ങനെ
അവൻ്റെ എന്നൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ നോക്കും. നമ്മൾ പറയും ഒത്തിരി ഫോണിൽ ചെയ്യാമെന്നൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ഐഫോൺ 4 എടുത്തു. 4 എടുത്ത് കിളി പറഞ്ഞിടേ. അതിൻ്റെ ഡിസ്പ്ലേ റെറ്റിന ഡിസ്പ്ലേ എന്ന് വന്ന സാധനം. അതായത് ഭയങ്കര PPI, അതായത് പിക്സൽ പെർ ഇഞ്ചൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടി അടിച്ചിട്ട് ആപ്പിൾ ഇറക്കിയ സാധനമാണ് റെറ്റിന ഡിസ്പ്ലേ. നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള കണ്ണിന് കാണാൻ എന്താണ് കണ്ണിൻ്റെ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സൊക്കെ തരുന്ന ഒരു ഗംഭീര ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. ആ ഡിസ്പ്ലേ ഇറ്റ് വാസ് സോ ഗുഡ്. എൻ്റെ കിളി പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ ഐഫോൺ. അന്ന് അവൻ 4S ആണ് സോറി, അവൻ എടുത്തത് ഐഫോൺ 4S ആണ്. 4S തന്നെ മറ്റേ സിറി ഉണ്ട്, മറ്റേ അമുക്കുമ്പം പർപ്പിൾ കളറിൽ വരണം മൈക്ക്. എന്നിട്ട് നമുക്ക് ചോദിക്കാം സിറിയുടെ അടുത്ത് എന്ത് ചോദിച്ചാലും സിറി എന്ന് പറയുമായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്കൊക്കെ അതൊരു അതിശയമായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഐഫോൺ ഈ പറഞ്ഞ റെറ്റിന ഡിസ്പ്ലേ വാസ് എ ഫാന്റാസ്റ്റിക്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ നല്ല സോളിഡ് ഫോൺ, നല്ല ഷേപ്പും, നമ്മൾ ആരും കാണാത്ത രീതിയിലുള്ള ഒരു ഗംഭീര ഫോൺ. പക്ഷേ അന്ന് എനിക്ക് അതിന് ആ ഒരു കൗതുകം ഉണ്ടായിരുന്നെങ്കിലും മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹമില്ല. എൻ്റെ മനസ്സിൽ അന്ന് ബ്ലാക്ക്ബെറി ഫോൺ എടുക്കുക. ബിക്കോസ് അന്ന് കർവ് യൂസ് ചെയ്തിട്ട് കർവ് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോയി എൻ്റെ കയ്യിൽ. മറ്റേ ഞാൻ അന്ന് പറഞ്ഞ കർവില്ലേ. അതിനുശേഷം എനിക്കൊരു ബ്ലാക്ക്ബെറി ബോൾഡ് 3 എനിക്ക് കിട്ടുകയാണ്, ഒരു ബ്ലാക്ക് കളർ. അങ്ങനെയാണ് ഞാൻ പിന്നെ കുറച്ച് ആളെ BBM ഒക്കെ യൂസ് ചെയ്ത്. അന്ന് വേറൊരു ഡീറ്റെയിൽ ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് അപ്പോൾ ഞാൻ ബ്ലാക്ക്ബെറിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലാക്ക്ബെറി യൂസ് ചെയ്ത് പിന്നെ എൻ്റെ ബ്രദർ ദുബായിൽ നിന്ന് വന്നു. പിന്നെ പുള്ളിയുടെ കയ്യിൽ N82 ഏതോ ഒരു സ്ലൈഡ് ഫോണായിരുന്നു നോക്കിയയുടെ. പിന്നെ ആ സമയത്ത് സനി ഭയങ്കര നോക്കിയ ഫാനായിരുന്നു കേട്ടോ. സനി യൂസ് ചെയ്യാത്ത നോക്കിയ ഫോണുകളൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. N900 എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ടച്ച് ഫോൺ ഉണ്ടായിരുന്നു, കിട്ടില്ല ഫോണായിരുന്നു കേട്ടോ. ലിനക്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് പറഞ്ഞ ഒരു മെഗാ ഐറ്റം. ഇപ്പോൾ ആൻഡ്രോയിഡ് ലിനക്സ് ബേസ്ഡ് ആണ്, പക്ഷേ അതെന്തോ പ്യുവർലി ലിനക്സിൻ്റെ ഒരു സാധനം. അതിൽ FM ട്രാൻസ്മിറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു FM-ൻ്റെ ഇത് ഫ്രീക്വൻസി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ട് നമുക്ക് FM ഇത് വെച്ചിട്ട് നമുക്ക് കാറിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു സാധനമൊക്കെ ഉള്ളതെന്ന് N900 നോക്കിയര. പിന്നെ സനീരയിൽ N82 ഉണ്ടായിരുന്നു സ്ലൈഡ്. എനിക്ക് തോന്നുന്നു N82 ആണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ബ്ലാക്ക്ബെറി ബോൾഡും അതുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഈ ഇത് പോയിന്റിലെത്തിയപ്പോൾ നല്ലൊരു ഫോൺ വേണമെന്ന് മനസ്സിലാഗ്രഹിക്കുകയും സാംസങ് ഗാലക്സി S3 ഞാൻ മറ്റേ വലിയ ഡാൻഡലിയനൊക്കെ ഉള്ള വാൾപേപ്പറുള്ള ആ സാധനവും മറ്റേ ഒരുമാതിരി വെള്ളം, അത് നല്ല രസമായിരുന്നു. ആ മറ്റേ ലോക്ക് സ്ക്രീനിൽ നമ്മൾ വെള്ളത്തിൽ തൊടണ പോലത്തെ ഇൻട്രാക്ഷനൊക്കെ ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു ആ സാധനം. അപ്പം ഞാൻ അതെടുത്ത് സനി HTC 1 എടുത്ത്. HTC 1 എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഫോണായിരുന്നു കേട്ടോ, HTC 1. അങ്ങനെ എടുത്ത് ഒരു പോയിന്റിലെത്തിയപ്പം സനിക്ക് ഒരാഗ്രഹം ഐഫോൺ എടുക്കണമെന്ന്. അങ്ങനെ സനി HTC 130 ഐഫോൺ 5 എടുക്കുകയാണ്. മറ്റേ ഫിംഗർ പ്രിൻ്റ് സ്കാനറൊക്കെ വെച്ച് വരുന്ന. അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ആപ്പിൾ ഇവൻ്റ് കാണാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെയും ഞാനത് നിർത്തിയിട്ടില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാനും സനിയൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്ന ആപ്പിളിൻ്റെ ഇത് മറ്റേ കീനോട്ട്, ഈ ടച്ച് ഐഡിയ ഒക്കെ ഉള്ള ഐഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഞെട്ടി. ആദ്യമായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒരു ഫോണിൽ വരാണ്. അയ്യോ അമ്മാതിരി ഹൈപ്പ്, നമ്മളൊക്കെ ഞെട്ടി. ഞാൻ അവസാനം സനി പറഞ്ഞു ഞാൻ മേടിച്ചിരിക്കും, എനിക്ക് എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, കിടിലം ഫോണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സനി എടുത്ത്. അന്നും ഞാൻ പറയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കയ്യകലത്താണ് ആപ്പിൾ. അങ്ങനെ ഇരിക്കെ ആ വർഷം തന്നെയാണെന്ന് തോന്നുന്നു 2007 iOS 7 അങ്ങനെ പറയാം. iOS 7 ഇറങ്ങുന്ന ആ കീനോട്ട് ഞാൻ കണ്ട് എൻ്റെ കിളി പറഞ്ഞത് WWDC-യിലാണ് കേട്ടോ. മറ്റേ ഇങ്ങനെയൊക്കെ ചരിച്ച് കഴിഞ്ഞാൽ മറ്റേ ഐക്കൺസ് മാറണതും കിട്ടില്ല, ഐക്കൺസ് ക്ലീൻ സോഫ്റ്റ്വെയർ കണ്ട് എൻ്റെ കണ്ണ് തള്ളി. ഞാൻ എന്ത് ചെയ്ത് അന്നത്തെ ബുദ്ധിയിൽ ഞാൻ വിചാരിച്ചത് ആ സാധനം ഓൾറെഡി വന്നെന്നാണ്. അത് WWDC ആണെന്നോ അല്ലെങ്കിൽ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഇവർ കാണിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ നേരെ എൻ്റെ കയ്യിലിരുന്ന സാംസങ് ഗാലക്സി S3 വിറ്റിട്ട് ഞാൻ നേരെ പോയി ഐഫോൺ 4 മേടിച്ച്. 4S പോലുമല്ല, ഐഫോൺ 4. ഐഫോൺ 4-ൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ അന്ന് കോമ്പാറ്റബിൾ ആയിരുന്നു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ
ഇല്ലായിരുന്നു. അതായത് അന്നിറങ്ങിയ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഐഫോണിൽ വരുന്ന iOS അപ്ഡേറ്റിലും ഈ iOS മറ്റേ ഈ അപ്ഡേറ്റ് വെച്ച് പറഞ്ഞ iPhone 4-ലും രണ്ടായിരുന്നു. അതായത് കുറേ ഫീച്ചേഴ്സ് ഇല്ല, എല്ലാ ഫീച്ചേഴ്സും മറ്റേ താഴത്തുള്ള ഫോണിൽ തരത്തില്ല. അപ്പോൾ ഞാൻ പോയിട്ട് അത് മേടിച്ച് ഒരു കാര്യമില്ലാതെ. പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നെന്നൊക്കെ. പക്ഷേ എന്നാലും ആ iOS അപ്ഡേറ്റ് വരുന്നു, ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ കാണിക്കുന്നു, നമ്മൾ ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയറിനായിരുന്നു ഞാനിത് യൂസ് ചെയ്തത്, ഞാൻ മേടിച്ചത്. എനിക്കൊരു വിഷമവും ഇല്ല. S3 മേടിച്ച് കളഞ്ഞില്ലൊന്നും എനിക്കൊരു വിഷമം എന്നില്ല, സങ്കടം കൊണ്ടാണ്, എന്നാലും പറഞ്ഞായി. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ചാടിയത് iPhone 5C ഞാൻ യൂസ് ചെയ്ത്. ആ സമയത്ത് സനി iPhone 5S മേടിച്ച്. 5C ഞാൻ കുറേ നാൾ കൊണ്ടു നടന്നതാണ്. ഒരു പച്ച കളറ്, നല്ല എറി പച്ചയുള്ള കിടില. അന്നോട്ട് എനിക്ക് പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എറിയണ പച്ച ഉണ്ടല്ലോ, ഞാൻ ആ സമയത്താണ് ഞാൻ പിന്നെ ദുബായിൽ വരുന്നത്. ദുബായിൽ ഞാനിവിടെ വൊലോങ്കോങ്, യൂണിവേഴ്സിറ്റി ഓഫ് വൊലോങ്കോങ്ങിൽ എൻ്റെ PG പഠിക്കാനായിട്ട് വരുന്നു. ആ ഫോണാണ് ഞാൻ കുറേ നാൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ അങ്ങനെ കാണിക്കുക, കണ്ടാ ഫോട്ടോ കണ്ടാ വീഡിയോ കണ്ടാ എന്നൊക്കെ പറയും. പക്ഷേ മറ്റേ 5S അത്രയൊന്നും വരില്ല, എന്നാലും ഒരു ലോ എൻ്റെ രീതി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. ഞാൻ കുറേ നാൾ അത് കൊണ്ട് നടന്ന്. അതിനുശേഷം സനിയുടെ 5S എനിക്ക് തന്നു. എന്നിട്ട് ഞാൻ 5C തട്ടിയിട്ട് സനിയുടെ 5S തരുന്നു. സനി iPhone 6 എന്തോ എടുത്തു, 6S. സനി 6S എടുത്തു. 6 എടുത്തില്ല, ഒരു വർഷം മാറിയിട്ട് 6S എടുത്ത്. ആ സമയത്ത് 5S എനിക്ക് തന്നു. 6S പണ്ട് 6ൻ്റെ സമയത്താണ് മറ്റേ ബെൻഡ് ഗേറ്റ് ഭയങ്കരമായിട്ട് വളയാണ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പേടിച്ച് ആരും അങ്ങനെ എടുത്തില്ല. പക്ഷേ എന്നാൽ പോലും ലോകത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിറ്റുപോയ സ്മാർട്ട് ഫോണിൻ്റെ ഇതിൽ നമ്പർ 1 നിൽക്കുന്ന ഫോണാണ് iPhone 6ഉം 6+ ഇപ്പോഴും. അതിനുശേഷം 6S വരുന്നു. 6Sൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി, അലൂമിനിയം ഫ്രെയിം കൊണ്ടുവരുന്നു. വളയില്ല എന്ന് പറയുന്നു. അത് തന്നെയാണ് അവർ ഏറ്റവും അന്നത്തെ മാർക്കറ്റിംഗ്. പിന്നെ അന്ന് ഫോഴ്സ് ടച്ചൊക്കെ അതിലാണ് പറഞ്ഞത് 6Sൽ. മറ്റേത് ആഞ്ഞ് കുത്തിക്കഴിഞ്ഞാൽ മറ്റേ ഓപ്ഷൻ പറഞ്ഞ ഒരു പരിപാടിയാണ് പണ്ട്, ഭയങ്കര രസമായിരുന്നു അതൊക്കെ. ഇപ്പോഴാണ് അതൊക്കെ അന്ന് അത് ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഓപ്ഷൻസ് വേറൊരു രീതിയിൽ വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഫോഴ്സ് ടച്ച് പോലെ, പക്ഷേ എന്നാലും അത് കുറച്ചും കൂടി ഒരു രസമായിരുന്നു, ഒരു വൈബ്രേഷനും ബഹളമൊക്കെ കൊടുത്തിട്ട്. പിന്നെ ക്യാമറ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് 6Sലായിരുന്നു 4K റെക്കോർഡിംഗ് ഒക്കെ കൊണ്ടുവന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. പിന്നെ ഞാൻ 5S തട്ടി iPhone 6 എടുത്ത്. ഞാൻ 6 എടുത്ത്, വളഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 എടുത്ത്. 6 ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് സനിയുടെ 6S എനിക്ക് തരുന്നു. സനി iPhone 7 എടുക്കുന്നു, ജെറ്റ് ബ്ലാക്ക്. ഈവൻറ്റും ഞെട്ടിയ സാധനമാണ്. അതിലാണ് നമ്മുടെ നല്ലവനായ 3.5mm തട്ടിയത്. ഒരു കാര്യമില്ലായിരുന്നു അവന്മാർക്ക്, അത് അടിപൊളിയാണ്. ഇന്ന് ഞാൻ പറയണത് ഹെഡ്ഫോൺസ് ജാക്ക് ഇസ് സ്റ്റിൽ ദ കിങ്. പാട്ട് കേൾക്കണോ, ഗെയിം കളിക്കണോ, സിനിമ കാണണോ, ഹെഡ്ഫോൺസ് ജാക്ക് ഇസ് കിടു. പക്കയായിട്ട് ഒരു ലേറ്റൻസിയും ഇല്ലാതെ പക്ക ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കേൾക്കാൻ അവന്മാർ ചെയ്ത ഏറ്റവും വലിയതാണ്. അതായത് എയർപോർട്സിനെ വിൽക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ചെയ്ത ആർത്തിപ്പണ്ടാരമായിട്ടുള്ളൊരു കാര്യം ബാക്കിയുള്ള കമ്പനി ഏറ്റെടുത്തു എന്നുള്ളതിലാണ് എൻ്റെ വിഷമം. ഒരു കാര്യമില്ലായിരുന്നു, അതെടുത്ത് കളഞ്ഞ്. പക്ഷേ ജെറ്റ് ബ്ലാക്ക് iPhone 7 സനി ദുബായിൽ വന്ന് മേടിച്ച്. ആ സമയത്ത് സനിയുടെ കയ്യിലിരുന്ന 6S എനിക്ക് തന്നു. ഒരു പോയിന്റിൽ ആ 6S ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത് എൻ്റെ ബാറ്ററിയും പോയി, അത് ഒരു ശവമായ സ്ഥിതിക്ക് പിന്നെ എനിക്ക് കൂട്ടാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ആപ്പിൾ ഹാസ് ബിക്കം വെരി എക്സ്പെൻസീവ്. നമ്മളുടെയൊക്കെ ചിന്തയിൽ നിന്നും മറിഞ്ഞു. അതും iPhone 8 ഇറങ്ങുന്ന സമയത്താണ്. iPhone 8, 8+, iPhone 10. അമ്മമാർ 9 എന്നുള്ളൊരു സീരീസ് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ട് iPhone 8, 8+ ആൻഡ് iPhone 10 ആണ് ഇറക്കിയത്. ആൻഡ് iPhone 10 വാസ് എ ഡ്രീം. ഡിസൈൻ വൈസ്, ഫോൺ വൈസ്, ഡിസ്പ്ലേ വൈസ് ഒരു സ്വപ്നമായിരുന്നു. അതൊന്ന് മേടിക്കണമെന്ന്. ഒരു മിനിറ്റ് പോരാ. സ്വപ്നം അധികം നാളെ നിന്നില്ലടേ. ആ സാധനം 1 ലക്ഷം രൂപയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ iPhone ഇനി മേടിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ iPhone 6S നിർത്തിയിട്ട് ഞാൻ OnePlus 5T എന്ന് പറയുന്ന ഫോണിലോട്ട് മാറുന്നത്. അതിനുശേഷം ഇന്നും ആൻഡ്രോയിഡാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി
കുറച്ച് കാശൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഐഫോൺ 13, യെസ് ഐഫോൺ 13 ആണ് പിന്നെ ഞാൻ എടുക്കുന്നത്. ഐഫോൺ 12 ഞാൻ 10 എടുത്തിട്ടില്ല, 11R എടുത്തിട്ടില്ല, 11 എടുത്തിട്ടില്ല, 12 എടുത്തിട്ടില്ല. ഐഫോൺ 12ൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ 12 എനിക്ക് കിട്ടിയിട്ടില്ല. 13 തൊട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് 13 Pro, 13 സാധാ 13, പിന്നെ മിനി. എൻ്റെ കയ്യിൽ ഒരു 12 മിനി ഉണ്ട്. എൻ്റെ കയ്യിൽ 12 മിനി ഉണ്ടായിരുന്നു കേട്ടോ. ഐ ഹാഡ് എ 12 മിനി. 12 മിനി ഞാൻ എടുത്തിട്ടുണ്ട്. 12 മിനി, 13 Pro, 14 Pro, പിന്നെ 15 Proയും 15ആണ് ഞാൻ യൂസ് ചെയ്തത്. 15 Pro സനി യൂസ് ചെയ്തത്, 15 Pro Plus. സനി ഇപ്പം 16 Pro Plus സനി യൂസ് ചെയ്യണം, 16 Pro ഞാൻ യൂസ് ചെയ്യണം. 16 ഉണ്ടായിരുന്നതിന് ഞാൻ തട്ടി. 12 മിനി ഐ തിങ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 6S ഞാൻ എടുക്കുന്നത് 12 മിനിയാണ്. യെസ് 12 മിനിയാണ് ഞാൻ എടുക്കുന്നത്. 12 മിനി വാസ് എ കിടിലം ഫോൺ കേട്ടോ. ബാറ്ററി ലൈഫ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ വിവോ ഇപ്പോൾ ഇറക്കിയ X200 Pro പോലെ ആ 12 മിനീൻ്റെ സൈസിൽ ഐഫോൺ വിത്ത് എ കിടിലം ബാറ്ററി ലൈഫ്. ആ ഫോൺ വിക്കലുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐഫോണാണ് ഐഫോൺ 12 മിനിയും 13 മിനിയും. 13 മിനി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, 12 മിനി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേർ യൂസ് ചെയ്യുന്നത് 2 പേരും 12 മിനിയാണ്. 12 മിനി വാസ് എ കിടിലം ഫോൺ. അതിൽ ആ 64 GB ബേസ് സ്റ്റോറേജാണ് ഞാൻ മേടിച്ചത്. 64 GB ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കാണ് 128 64 128 അങ്ങനെയായിരുന്നു 12. അതായിരുന്നു എൻ്റെ 6S കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന 12 മിനി. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോയി എന്നുള്ളതിലാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആപ്പിളൊക്കെ. എപ്പോഴും ഞാൻ ഒരു സെക്കൻഡറി ഫോണായിട്ട് ഐ ഹാവ് എൻ ആപ്പിൾ. ആൻഡ് ഓൾസോ ഇപ്പോൾ ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വേറെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് യൂസ് ദിസ് ഫോൺ. ദിസ് ഇസ് ടു ഗുഡ് വെൻ ഇറ്റ് കംസ്. ഞാൻ എവിടെയും പറയും, വീഡിയോ എടുക്കാൻ ആപ്പിൾ അല്ലാതെ വേറെ ഒരു ഫോണും ഈ ലോകത്ത് ഇറങ്ങിയിട്ടില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും പറയണതിൽ ഒരു വിഷമമില്ല. എസ്പെഷ്യലി അവർ 4K, അത് എന്ത് മാജിക്കാണ് അവന്മാർ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞു. ദാറ്റ് ഈസ് ഹൗ ഗുഡ് ദേ ഹാവ് ഒപ്റ്റിമൈസ്ഡ് ദ ക്യാമറ ഫോർ വീഡിയോ. അയ്യോ, അത് അൾട്രാ വൈഡൊക്കെ ഇട്ട് നമ്മളാ എടുത്ത് എന്ത് രസമാണ് ആ ഒരു ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതും. എന്നും നമുക്ക് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ദിറ്റ് ജസ്റ്റ് മാജിക്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഞാനിപ്പോൾ സെക്കൻഡറി ആയിട്ട് ഇതുണ്ട്. പ്രൈമറി ആയിട്ട് ഇപ്പോൾ പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വിവോ X200 Pro ആണ്. ആൻഡ് ഐ ഫീൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോൺ ടു ക്യാപ്ചർ മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് ദി ബെസ്റ്റ്, വിത്തൗട്ട് എനി ഡൗട്ട്സ് ദി ബെസ്റ്റ്. ആപ്പിളിൻ്റെ ഒരു ഇതാണ്. ഞാൻ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ആപ്പിൾ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട്. അതായത് വേ ഹീ കംസ്, ഹീ പ്രസൻസ് ദീസ് തിങ്സ്. നമ്മൾ കൊതിക്കും, ആ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്ന് ചിന്തിപ്പിച്ചത് ആ മനുഷ്യനാണ്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഐഫോൺ 10 ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സാധനം ഡിസൈൻ ചെയ്തത് ജോൺ ഐവി എന്ന് പറയുന്ന മനുഷ്യനാണ്. പുള്ളിയും ജോൺ ഐവിയും സ്റ്റീവ് ജോബ്സും കൂടെയാണ് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഉണ്ടാക്കിയത്. ആൻഡ് ദേ വെയർ ദ കിങ്സ് വെൻ ഇറ്റ് കംസ് ടു ഡൂയിങ് ദാറ്റ്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ പറയാം ഡിസൈൻ ചേഞ്ച്. ഒരു ഡിസൈൻ ചേഞ്ച് വന്നിട്ട് എത്ര നാളായി? ഐഫോൺ 11 തൊട്ട് തുടങ്ങിയതാണ് ഇതാ സാധനം. 3 ക്യാമറ ഇതേപോലെ ഇരിക്കണത്. ഐഫോൺ 11, 12, 13, 14, 15, 16, 6 വർഷമായി ഒരേ ഡിസൈൻ. മടുക്കൂലേടേ നാട്ടുകാർ? ടൈറ്റാനിയം ബോഡിയാക്കി, ഓക്കെ, അതിന് വാട്ട് ഈസ് ഗോയിങ് ടു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റിൽ ഈ സാധനം ഒരു സെൽഫ് എസ്റ്റീം പോലെ കൊണ്ടു നടന്ന ആൾക്കാരുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ആപ്പിളുണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആപ്പിളാണെന്ന് പറയണ്ട. നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അടയോ 10 അല്ലടാ അവൻ്റെ കയ്യിരിക്കുന്നത് എന്ന് നമ്മൾ പറയും. മനസ്സിലായില്ലേ? ദാറ്റ് വാസ് ആപ്പിൾ. അങ്ങനെ രീതിയിൽ ബ്രാൻഡ് ചെയ്തൊരു ബ്രാൻഡ് ഇപ്പോൾ വന്ന് ഒരു ബോറിങ് ഡിവൈസായി മാറിയതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഐ വാസ് എ ഹ്യൂജ് ആപ്പിൾ ഫാൻ ബോയ്. ബട്ട് റൈറ്റ് നൗ ഐ എം ലൈക്ക്, ഫോട്ടോഗ്രാഫി ദിസ് ടേക്സ് ബെറ്റർ പിക്ചേഴ്സ് ദാൻ ദാറ്റ്. നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റ ഇടുമ്പോൾ തന്നെ ഇത് ഏത് ഫോണിലാണ് ഇത് എടുത്തതെന്ന് ചോദിക്കുന്ന രീതിയിൽ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ രീതിയിൽ വന്ന് നിൽക്കുകയാണ് ആപ്പിൾ. ഞാൻ പറയും,
they are king when it comes to photography, I mean videography. ആൻഡ് ഞാൻ പറഞ്ഞ ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടിയ ഒരു രസം ഞാൻ പറഞ്ഞ ഇപ്പോൾ ബാറ്ററി പോലും ഒരു രീതിയിൽ മാറിയിട്ടില്ല, ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടില്ല. ദേ ആർ വെരി ബിഹൈൻഡ് വെൻ ഇറ്റ് കംസ് ടു അഡാപ്റ്റിംഗ് ടെക്നോളജി. സി ഫാസ്റ്റ് ചാർജിങ് ഇൻ ദിസ് 2024 ഫാസ്റ്റ് ചാർജിങ് ഒരു നെസസിറ്റിയാണ്. We can't just sit and wait for our phone to fully charge in a 1 hour. നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് അത് പറ്റില്ല. And moreover, the way this battery drains, it's crazy. നമ്മൾ രാവിലെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടെ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഞാനിപ്പം ഇത് സെക്കൻഡറി ഫോണായിട്ട് പോലും ഞാൻ പറയണേ, രാത്രി ഒരു വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ തന്നെ 20%-30% വന്ന് നിൽക്കും ഞാൻ ഏകദേശം ഒന്നും ചെയ്യാതെ തന്നെ. സോ അപ്പോൾ ഒരു ഫുള്ള് ഒരാൾ രാവിലെ എണീച്ച് തൊട്ട് രാത്രി വരെ അവർ യൂസ് ചെയ്യുന്ന അവർ ഫേസ്ബുക്ക് കാണുമായിരിക്കും, യൂട്യൂബ് കാണുമായിരിക്കും, ഇൻസ്റ്റ കാണുമായിരിക്കും, മെയിൽ അയക്കുമായിരിക്കും, വീഡിയോ കോളുകൾ ചെയ്യുമായിരിക്കും. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ബാറ്ററി തീരെയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, സി വി ഹാവ് കം അക്രോസ്. ഇപ്പം ഈ ഫോൺ വിവോയുടെ ഈ ഫോണിൻ്റെ അകത്ത് 6000 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആൻഡ് ദേ ആർ യൂസിങ് ദ ലേറ്റസ്റ്റ് സിലിക്കൺ കാർബണേറ്റ് ടെക്നോളജി. സിലിക്കൺ കാർബണേറ്റിനെ പറ്റി ഞാൻ പിന്നെ പറഞ്ഞത് ബിക്കോസ് അവർ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും മറ്റേ ഗ്രാഫൈറ്റിൻ്റെ കോമ്പണൻസ് ഉണ്ട്. മിക്സ് ഓഫ് സിലിക്കൺ ആൻഡ് ഗ്രാഫൈറ്റ് ആണ്. യൂഷ്വലി ലിത്തിയം അയണിൽ ഗ്രാഫൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അവർ സിലിക്കണും കൂടെ മിക്സ് ചെയ്തിട്ട്, പക്ഷേ എന്നാൽ പോലും 6000 mAh വന്ന് നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് ടു ദിസ് ഫോൺ ചാർജ് വിത്തിൻ 20 minutes. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫുള്ളി ചാർജ് നിങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ ഫോണ് ഞാൻ ആ ചാർജർ കൊണ്ട് നടന്നാൽ മതി. അത് എവിടെയെങ്കിലും ഓഫീസിൽ കുത്തി വയ്ക്കുക. ഒരെണ്ണം പറ്റുമെങ്കിൽ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇവന്മാർ തരണ ചാർജർ തന്നെ വേണമെന്നൊന്നുമില്ലടേ. ഇപ്പം ഒരു 65 വാട്ടിൻ്റെ ഗ്യാൻ ചാർജർ ആണെങ്കിൽ അതും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഒരു 30-35 മിനിറ്റ് ഒരു അത്രയും സമയത്തിനുണ്ട് ഇത് ഫുൾ ചാർജ് ആക്കും. വി വോണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ഫ്രം ആപ്പിൾ. ഇപ്പോൾ തന്നെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഇന്നും ഒരു സാധനം മാർക്കറ്റ് ചെയ്ത് ഇറക്കിയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ആ ഫീച്ചർ ഇല്ല. ദാറ്റ് വാസ് എ ഹ്യൂജ് മിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ആപ്പിൾ. ആൻഡ് ഇപ്പോഴും അത് റെഡി ആയിട്ടില്ല. 18.2 ഇതുവരെ ഒരാളുടെയും ഇപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അവർ ഈ പറയുന്ന കീനോട്ടിൽ പറഞ്ഞ ഒരു സാധനങ്ങളും ഇതുവരെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് അവരുടെ യൂസേഴ്സിന് വന്നിട്ടില്ല. സിൻസ് വി ആർ യൂസിങ് ദ ബേറ്റ നമുക്കതുണ്ട്. ഈ പറയുന്ന ആപ്പിളിൻ്റെ ഓരോ സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടിം കുക്ക് ഇസ് ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ആപ്പിളിൻ്റെ ഈ പറയുന്ന മറ്റേ $1 trillion കമ്പനിയിലോട്ടൊക്കെ എത്തിച്ചതിൻ്റെ മാസ്റ്റർ. അത് പിന്നെ എന്തുകൊണ്ട് പറ്റൂല? ഈ പുള്ളി നല്ല രീതിയിൽ ലോജിസ്റ്റിക്സിൽ കളിക്കുന്നുണ്ട്. ടൈമിൽ സാധനങ്ങൾ അവിടെ എത്തുന്നു. ആ സാധനം ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ കൊടുക്കുന്നു. ഈ ഡിമാൻഡ് ഉണ്ടാക്കിയതാരാ? പഴയ ആൾക്കാർ. അവന്മാർ ഉണ്ടാക്കി വെച്ച ബ്രാൻഡ് വാല്യൂവിലാണ് ഈ സാധനം മൊത്തം കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ആപ്പിളായി. ഇനിയിപ്പോൾ ആപ്പിൾ എന്ത് ചെയ്യും? അത് യുണീക്ക് ഫീച്ചറില്ല. പണ്ട് അതൊരു യുണീക്നെസ് ആയിരുന്നു. ഇറ്റ് വാസ് അത് അക്വയർ ചെയ്യാനുള്ള ഒരു ആക്രാന്തമായിരുന്നു. അതില്ല. അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഐ ഫീൽ അത് പോയി. നൗ പീപ്പിൾ ആർ ലൈക്ക് ആപ്പിൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ഞാനും യൂസ് ചെയ്യണം എന്നുള്ള ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇതിലോട്ട് അങ്ങനെ ഒരു ലാർജ് ഇതിലോട്ട് വന്നപ്പോൾ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങി. യൂസ് ചെയ്യുന്ന കോമ്പണൻസ് ഇപ്പോൾ തന്നെ ഡിസ്പ്ലേ പണ്ടൊക്കെ പറയായിരുന്നു ആപ്പിൾ ഹാങ് ആവൂലടേ, ആപ്പിൾ വൈറസ് കയറൂലടേ, ആപ്പിളിനെ ഇത് ചെയ്യാൻ പറ്റൂലടേ, ആപ്പിളിന് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നിടത്ത് ഇപ്പം അതൊക്കെ വരുന്നുണ്ട്. ആപ്പിൾ ഹാങ് ആവുന്നുണ്ട്, ആപ്പിളിൽ വൈറസ് കയറ്റാൻ പറ്റുന്നുണ്ട്, ആപ്പിൾ യാതൊരു രീതിയിലുള്ള ത്രെഡ്സിൽ നിന്നും മാറി നിൽക്കുന്നില്ല, ആപ്പിൾ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന ഡിസ്പ്ലേ അടിച്ചു പോണ പരിപാടി, ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഇതൊക്കെ ആപ്പിളിനും വരുന്നുണ്ട്. അതാണ് പറയണത്. നമ്മളൊരു ഒരു 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 യുണീക്നെസ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളതൊരു ലാർജ് രീതിയിലോട്ട് പോകുമ്പം ഇതുപോലെ ആവും. ഈ ഇപ്പോൾ സാംസങ് ആണെങ്കിലും OnePlus ആണെങ്കിലും എല്ലാം. OnePlus ഒരു സമയത്ത് OnePlus ഒരു പോയിന്റിൽ എന്തൊരു ക്വാളിറ്റി ഫോൺസാണ് ഇറക്കിക്കൊണ്ടിരുന്നത്, കിളി പറക്കുമായിരുന്നു. ദ ഫോൺസ് വിച്ച് OnePlus ഹാവ് റിലീസ്ഡ് ഈസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ചില ആൾക്കാർ ഇപ്പോഴും OnePlus 70 യൂസ് ചെയ്യുന്നവരെ എനിക്കറിയാം. OnePlus 70 ആ ടൈപ്പ് ഓഫ് ക്വാളിറ്റിയിൽ ഫോൺ ഇറങ്ങിക്കൊണ്ടിരുന്ന ബ്രാൻഡാണ് OnePlus. ഇപ്പോൾ ഫുൾ ഗ്രീൻ ലൈൻ. ഇപ്പോൾ അവന്മാർ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്നിട്ട് ലൈഫ് ടൈം ഗ്രീൻ ലൈനിൻ്റെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിത്തരാമെന്നുള്ള ഗതികേടിലാണ് അവന്മാർ വന്നിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്,
ഈ ടെക്നോളജി ബെറ്റർ അല്ലേ ആവാനുള്ളത്? ഇത് പുറകെ വരണ എന്തുകൊണ്ട് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ പണ്ട് വന്നിട്ടില്ല? എൻ്റെ ചോദ്യം അതാണ്. പണ്ടുള്ള എന്നൊരു പ്രശ്നം അവന്മാരത് റെക്ടിഫൈ ചെയ്ത് കേട്ടോ. സ്ക്രീൻ ബേണിൻ എന്ന് പറയും. അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അത് ആപ്പിളിലൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഈ പറയുന്ന സാധനങ്ങളുണ്ട്. ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒരു വാൾപേപ്പർ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദാണ്ട് ഇവിടെ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ, അതായത് മറ്റേ ഈ ബാറ്ററിയുടെ ഇൻഡിക്കേഷനും അതൊക്കെ ഇങ്ങനെ അല്ലാതെ തന്നെ തെളിഞ്ഞ് കിടക്കും. അതായത് അവിടെ ഇല്ലെങ്കിൽ തന്നെ നമ്മളൊരു വെള്ള ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. വോളിയം അപ്പ് ഡൗൺ ഒക്കെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. അത് തന്നെയാണ് സ്ക്രീൻ ബേൺ എന്ന് പറഞ്ഞാൽ. ആ ഇഷ്യൂവിനെ അവർ മാറ്റി. അത് മാറിയപ്പോൾ അതാ പുതിയ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ. എന്തുകൊണ്ട് പണ്ടത്തെ ഫോണുകളിൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നില്ല? അന്നും OLED പാനലും AMOLED പാനലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും തോന്നുന്നു പുതിയതായിട്ട് പൊട്ടി മുളച്ചത് ഈ സാധനം. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം? ക്വാളിറ്റി കൺട്രോൾ ഇല്ല. അത് ആരാ തരാത്ത? നമ്മളൊക്കെ ഇത്രയും ലക്ഷം പണ്ടത്തെ ഫോണിൻ്റെ വിലയാണോ ഇപ്പോഴത്തെ ഫോണിൻ്റെ വിലയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആപ്പിൾ സാംസങ് ഒക്കെ S22 അൾട്രയിലൊക്കെ ഒരു ഗ്രീൻ ലൈൻ വീണിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ 25,000 രൂപയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് കോമഡിയാണ് അതൊക്കെ? അല്ല, ഇനി കാര്യമായിട്ടും ചോദിക്കണേണ്. അതൊക്കെ എന്ത് ഓഞ്ഞ വിറ്റാണ് അതൊക്കെ. നമ്മൾ ഇത്രയും ലക്ഷം രൂപയാണെങ്കിൽ കാശും കൊടുത്തിട്ട് എന്തെങ്കിലും ഡിസ്പ്ലേക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കാശ് കൊടുക്കണമെന്ന്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പെട്ടിയിനകത്തൊന്നുമില്ല. പണ്ടൊക്കെ ഒരു പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയിലെ ചാർജർ, ഹെഡ്സെറ്റ്, ബാറ്ററി, ഫോണ്, കേസ്, മറ്റത് മറിച്ചത് എന്തൊക്കെയാണ് തന്നുകൊണ്ടിരുന്നത്. അതൊന്നും ഇപ്പം ഇല്ല. അതും പോയി. പൈസ കൂടുന്നുണ്ടാവും നല്ല രീതിയിൽ. ഓരോ ഫോണിന്ന് വെറുതെയൊക്കെയാണ് ചുമ്മാ. നമുക്ക് ഈ ഫോൺ 1,00,000 വിൽക്കാം കേട്ടാ. ഇങ്ങനെ എങ്ങനെ പറയണത്? എന്തിനാണ് നമ്മൾ ആ 1,00,000 രൂപ കൊടുക്കണത്? ഒന്നുമില്ല. ഇത്തിരി പെർഫോമൻസ്, ഇത്തിരി കിടിലൻ ക്യാമറ, ഇത്തിരി ഇത്, ഇത്തിരി അത്. ഇതിനാ 1,00,000 രൂപ? എൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇപ്പം iQ 13 എന്ന് പറഞ്ഞ ഫോൺ എന്തുകൊണ്ട് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യമേ ആ ഫോൺ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം കാണാൻ, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനുള്ള അത്യാവശ്യം നല്ല ക്യാമറ, ഗെയിമേഴ്സിൻ്റെ ആണെങ്കിൽ ഗെയിം കളിക്കാനുള്ള പരിപാടി അതിൻ്റെ അകത്തുണ്ട്. അതിൽ വയർലെസ് ചാർജിങ് ഇല്ല, ഓക്കെ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്, ഗംഭീര ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഞാൻ പറയാം, നമ്മൾ ആദ്യം നമ്മളുടെ ആവശ്യം നോക്കുക, എന്നിട്ട് എടുക്കുക. പക്ഷേ കാശുള്ളവൻ എന്തും മേടിക്കുക. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ക്വസ്റ്റ്യൻ. അവന് ഐഫോണോ, അത് ഏറ്റവും മടക്കണതോ തുറക്കണതോ 3 മടക്കണതോ മറ്റേ സാരിയായിട്ട് ഉടുക്കണതോ എന്ത് വേണമെങ്കിലും എടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശിന് നമ്മൾ ആ കൊടുക്കുന്ന 1,00,000 രൂപയ്ക്ക് നമുക്ക് അതിനുള്ള സർവീസ് തരണം. ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ OnePlus നട്ടലുള്ളതുകൊണ്ട് അവന്മാർ ആ ലൈഫ് ടൈം തരുന്നുണ്ട്. ബാക്കിയുള്ള കമ്പനി എന്തുകൊണ്ട് തരുന്നില്ല? ആപ്പിൾ എന്തുകൊണ്ട് തരുന്നില്ല? സാംസങ് എന്തുകൊണ്ട് തരുന്നില്ല? ഇതെന്തുകൊണ്ട് ആരും ഒന്നും ചോദിക്കാത്തത്? കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് കൊടുറേ. എല്ലാം ആണോ? എനിക്കത്രേ പറയുള്ളൂ, കൊടുക്കുക. എല്ലാം ആണോ? ഏവനൊക്കെ ഗ്രീൻ ലൈൻ പറഞ്ഞു, വേറെ ബ്രാൻഡ് പറഞ്ഞു, കൊടു കേസ്. ഞാൻ പറഞ്ഞത്. പക്ഷേ മറ്റേ ഡാമേജ് കാണല്ലേ ചേട്ടാ, കൊണ്ട് തറയിട്ട് മറ്റേ തേങ്ങ ഉടയ്ക്കണ പോലെ ഉടയ്ക്കണ ഫോണുകളൊന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. അവന്മാർ പോയി പണി വെക്കാൻ പറയും. നമ്മൾ പക്കയായിട്ട് നല്ല കെയർഫുള്ളായിട്ട് കൊണ്ടുനടക്കുന്ന സാധനത്തിൽ വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഈ സാധനം വന്നതെങ്കിൽ നമുക്ക് കേസ് കൊടുക്കണം. ആരായാലും കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഞാൻ പറയാം, OnePlusന് അതിനുള്ള നട്ടലുണ്ടായിരുന്നു. എത്രയോ പേര് അത് അങ്ങനെ പറഞ്ഞോളാം. അവർക്ക് ഒരു ഇതിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ലൈഫ് ടൈം നമ്മൾ മാറ്റിക്കോളാം, ഒരു കുഴപ്പമില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ദേ ഓൾസോ സെറ്റ് നമ്മൾ അതിന് വേണ്ടി തന്നെ വേറൊരു ലെയർ ഡിസ്പ്ലേയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും പേടിക്കേണ്ട, ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന് മാറും, അത് ഹീറ്റിങ്ങിൻ്റെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിക്കണം ഓരോരോ ബ്രാൻഡ്. കാശ് 1, 2 അല്ലടെ കൊടുക്കണ, ലക്ഷം. തമാശ കാണിക്കല്ലേ? അപ്പോൾ ഞാൻ ഐഫോണിൻ്റെ ഇതിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോയല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഐഫോൺ ജീവിതം ഗൈസ്. ഇപ്പോഴും ഐഫോൺ യൂസ് ചെയ്യുന്നു. ആസ് എ ടെക് ക്രിയേറ്റർ എൻ്റെ കയ്യിൽ ഒരു ഐഫോണും ഒരു ആൻഡ്രോയിഡ് ഫോണും കാണും. അതാണ് അതിൻ്റെ ഒരു മര്യാദ. നമ്മൾ അറിയണമല്ലോ എന്തൊക്കെയാണ് പുതുമ. ഐഫോണിൻ്റെ iOS ലോകത്തിൽ എന്താണ് പുതുമ, ആൻഡ്രോയിഡ് ലോകത്തിൽ എന്താണ് പുതുമ നമ്മൾ അറിയണം. അതാണ് ഒരു ടെക് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടം. ആൻഡ് ഐ ലവ് ദാറ്റ് ഓൾസോ. ആൻഡ് ഐ ലവ് ദിസ് പ്രോസസ്. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദിസ് പരിപാടി. സോ യാ, ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ദ വൺ ആൻഡ് ഒൺലി ആപ്പിൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെയും വരിക, ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഇസ് ദാറ്റ്
അൺനെസസറി ആയിട്ട് ഞാൻ പറയും എൻ്റെ ഒരു വലിയ അബദ്ധം പറ്റി, ഞാൻ ഒരു കാര്യവും ഇല്ലാതെ ഒരുത്തനെ ഞാൻ വിചാരിച്ചു ഒരു ഫൺ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫണ്ണായിട്ടുള്ള ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അത് അവൻ എൻ്റെ വിളിക്കാൻ അതിന് ചീത്തയൊന്നുമില്ല. എനിക്ക് അതിലാണ് ചിരി. അവൻ ഭയങ്കര മോട്ടിവേറ്ററാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തത്. പക്ഷേ നടന്നില്ല. പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡിൽ താഴ്ന്നു പോയിട്ട് അവനൊരു റിപ്ലൈ കൊടുക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ എനിക്കും ഇല്ല. ബിക്കോസ് നമ്മൾ അത്യാവശ്യം ബ്രാൻഡ് ഡീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നത്, അതായത് കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അവൻ്റെ ഇതിലോട്ട് താഴ്ന്നു പോയി പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും അവനെ നേരിട്ട് കാണുകയാണെങ്കിൽ അവനറിയാവുന്ന ഭാഷയിൽ തന്നെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അതെന്താ ബിക്കോസ് ഞാൻ അങ്ങനെ ജനിച്ച ആൾക്കാരാണ്. എനിക്ക് മറ്റേ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കാനും മറ്റേ ഈ റീലിട്ടിട്ട് ചീത്ത വിളിക്കാനും എനിക്കറിയാം. ഞാൻ മുഖത്ത് നോക്കി പറയും. മുഖത്ത് നോക്കി തന്നെ ഞാനുള്ള ഉത്തരം കൊടുത്തോളാം. എൻ്റെ വീട്ടിൽ ഇരിക്കണവരെയൊക്കെ വിളിക്കാൻ ഒരു ഇതില്ല. അങ്ങനെയൊന്നും ഞാൻ അവിടെ ഒന്നും അവനെ പറഞ്ഞിട്ടില്ല. അവൻ ഒന്ന് പറയണം, എന്തോന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനുണ്ടെന്ന്. നീ ആരാ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് എൻ്റെ കൂട്ടുകാരനോ ഫാമിലി മെമ്പറോ? നമ്മൾ അനുഭവിക്കുന്ന ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന വിഷമം അവർക്കേ അറിയത്തുള്ളൂ. നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ റെക്ടിഫൈ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കുറേ കാശിൻ്റെ പ്രശ്നമാണെങ്കിൽ കാശ് തരണം. മെൻ്റൽ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിനുള്ള ഹെൽപ്പ് തരണം. അല്ലാതെ വെറുതെ വന്ന് വീഡിയോ ഇട്ടിട്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയണതല്ല. ആ ഒരു ഇത് പണ്ട് 1942 അതൊക്കെ നടക്കും അവിടെ. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഗ്യാരണ്ടി വേണം. അതാണ് ഞാൻ ചോദിച്ചത്. അതിന് നീ ആരാ? നാളെ ഞാൻ പറയാണ് ഞാനൊരു വീഡിയോ ഇടും, നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ. നിങ്ങൾ ചോദിക്കും നീ ആരടാ അതിന്? എന്തോന്ന് നിനക്ക് എന്തറിയാം എൻ്റെ ജീവിതത്തിനെ പറ്റി, എൻ്റെ വിഷമത്തിനെ പറ്റി നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കൂലേ? അത്രേ ഞാനും ഉദ്ദേശിച്ചോളൂടെ. അത് പക്ഷേ എടുത്തിട്ട് ഞാൻ പറയും എനിക്ക് ചീത്ത വിളിക്കാനോടത്തൊന്നുമല്ല, നല്ല വൃത്തിയൊക്കെ അറിയാം, നല്ല പോലെ അറിയാം, നല്ല ക്ലാസ് ഞാൻ വിളിക്കും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചീത്ത വിളിക്കുന്നതല്ല എൻ്റെ കോണ്ടൻറ്റ്. ഇന്നും കുറേ എണ്ണം നിനക്ക് പുച്ഛിക്കാം, അവന് ചീത്ത വിളിച്ചുകൂടാന്ന്. എന്ത് കോമഡിയുടെ നിങ്ങളെയൊക്കെ കോമഡി എന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? എനിവേസ് ഇറ്റ്സ് അപ്പ് ടു ദം. എനിവേസ് ഞാൻ ഉത്തരം കൊടുക്കാനുള്ളത് ഐ വിൽ ടൈൽ. എനിക്ക് മറ്റേ വെറുതെ വന്നിട്ട് അവനെ മറ്റേ 10 നാട്ടുകാരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനൊരു പ്രൊഫൈലുണ്ടെന്നും അവൻ ഇങ്ങനത്തെ ചീത്ത വിളിക്കണവനാണെന്നും നാട്ടുകാരൊക്കെ അറിയിക്കേണ്ട ആവശ്യമോ ഇതൊന്നും എനിക്കില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഇഗ്നോർ ദാറ്റ് ആൻഡ് വെൻ സം ഡേ ഇഫ് ഐ മീറ്റ് ഹിം ഐ വിൽ ടോക്ക് ടു ഹിം. എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് അത് ചോദിക്കണമല്ലോ. എന്തൊരു അവൻ പറഞ്ഞു ഞാൻ ഇൻഡീസെൻ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ തോന്നുന്നു നീ ആരാന്ന് ചോദിക്കണതോ? നീ വന്നു അപ്പം നിൻ്റെ മറ്റേ പ്രൊഫൈൽ മൊത്തം കണ്ടവന്മാരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് മോട്ടിവേറ്റ് ചെയ്യണം. അത് ഡീസെൻ്റായി അതായിരിക്കും അല്ലേടാ നിൻ്റെ ഡീസൻസി. സൂപ്പർ. ദാറ്റ് ഇസ് അപ്പ് ടു യു ബ്രോ. എനിവേസ് നമ്മളേതായ കാര്യങ്ങൾ ചെയ്ത് പോവുകയാണ്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവരെ ആലോചിക്കും ഇതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ബട്ട് ദാറ്റ്സ് ജസ്റ്റ് എ സ്മോൾ സ്റ്റഫ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് ആൻഡ് ട്രോൾ പീപ്പിൾ ഇസ് ലൈക്ക് എയറാണ് മറ്റാണ്. ഓക്കെ, ഐ ഡോണ്ട് കെയർ. എന്തൊരു ആവട്ടെ, അത് ഞാൻ പോണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് പോഡ്കാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.